എവിടെയും മതത്തിൻ്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കും. സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല. ഇത് കണ്ടല്ലോ, നമ്മുടെ കലോത്സവ വേദി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും. ഒരു സ്കൂൾ കലോത്സവം ആണെന്ന് നമ്മൾ ഓർക്കണം. ഈ ചെറിയ കുട്ടികൾക്കിടയിൽ വരെ വന്നിട്ട് വർഗീയവാദം വിതരാൻ വന്ന ഇദ്ദേഹത്തിനെയൊക്കെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? ഇങ്ങനെയാണോ ഒരു കലോത്സവ വേദിയിൽ സംസാരിക്കേണ്ടത്? ഇതിനേക്ക് വിവരദോഷം എന്നല്ലാതെ വേറെ എന്താ നമ്മൾ പറയേണ്ടത്? ഇനി നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവർക്ക് കൊടുത്ത മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിന്റെ ഒരു ഗരിമ, ഇതിന്റെ ഒരു അന്തസ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിരുന്നില്ല. പക്ഷെ അതിനൊക്കെ വ്യക്തമായ ജനങ്ങൾക്ക് അറിയുന്ന മറുപടിയുണ്ട്. ജനങ്ങൾക്ക് ഇതിന്റെ എല്ലാം പിന്നില് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. അത് കൂടുതൽ രമ്യതയിൽ തന്നെ പോകണമെന്നാണ്. പക്ഷേ സത്യം ജനങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള രമ്യതയിൽ പോകണം. ഈ വേദിയുടെയും ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം അവകാശമാണ്. അതിൽ മറ്റൊരു വിഷയങ്ങളെ സംബന്ധിച്ചും മറുപടിയോ അല്ലെങ്കിൽ പ്രതിപാദിക്കാനോ ഞാൻ തയ്യാറല്ല എന്നും അറിയിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം ശിവൻകുട്ടി ചേട്ടൻ എന്നെ ഈ ചടങ്ങിന് വിളിച്ചതിനും. എന്തായാലും നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നല്ല പക്വതയോടെയുള്ള നല്ല വിവരത്തോടെയുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഒരു സ്കൂൾ കുട്ടികളുടെ മുന്നിൽ വന്നിട്ട് അവരുടെ ഇടയിലോട്ട് രാഷ്ട്രീയം വിതരാൻ വേണ്ടി വന്ന ഇവരെയൊക്കെ നമ്മൾ എന്താ പറയേണ്ടത്? ചെറിയ കുരുന്നുകളുടെ ഇടയിലോട്ടാണ് ഈ വർഗീയതയൊക്കെ വളർത്തിയെടുക്കേണ്ടത്. ഇനി ഇതിനെ ന്യായീകരിക്കാനും കുറെ കമ്മികൾ വന്നിപ്പോൾ കമന്റ് ബോക്സിൽ വന്ന് നിറഞ്ഞോടും. ഇത് ആരാണ് എഴുതി കൊടുത്തത് എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഒരിക്കലും ഒരു സ്കൂൾ കുട്ടികളുടെ മുന്നിൽ വന്ന് പറയേണ്ട വാക്യങ്ങളല്ല ഇദ്ദേഹം ഇന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.